സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളിൻ്റെ അടുത്ത് വി ഹാവ് ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ. പക്ഷേ നമ്മളുടെ ആസ് എ പീപ്പിൾ വി ആർ സോ എക്സൈറ്റബിൾ ദാറ്റ് ഒരു നല്ല കാര്യം ആവണ മുമ്പ് തന്നെ വി സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ്. സോ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ ടീം തന്നെ, നമ്മുടെ രഞ്ജി ട്രോഫി ടീം തന്നെ വിവ് ഗോട്ടൺ ടു സെമീസ്, വിവ് ഗോട്ടൺ ടു ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ്. ക്വാർട്ടർ ഫൈനൽസ് എത്തുമ്പോൾ ഓൾറെഡി മീഡിയ എല്ലാവരും വന്ന് അവിടെ ഇരിക്കും. പ്രാക്ടീസിൽ വന്നിട്ട് ഒരു സെപ്പറേഷൻ ഇല്ല മീഡിയേൻ്റെയും ഒരു ടീമിൻ്റെയും. സോ ദാറ്റ് വൺ തിങ് ഇറ്റ് ഫീൽസ് ലൈക്ക് ദർ നീഡ്സ് ടു ബി എ സെപ്പറേഷൻ. ഞാൻ പറയണത് കർണാടക ഈക്കോ സിസ്റ്റം എന്നാണ്. ആ ഈക്കോ സിസ്റ്റത്തിൽ നമ്മൾ രഞ്ജി ട്രോഫി ജയിച്ചാൽ മാത്രം വി ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഫോർ ഇന്ത്യ. ഐ എം സെയിങ് നോർമൽ പ്ലേയേഴ്സ്. സോ ഞാൻ കളിക്കുമ്പോൾ I hadn't won Ranji Trophy. Sanju കളിക്കുമ്പോൾ he hadn't won Ranji Trophy. പക്ഷേ there'll be other players who's probably not as dynamic as good as Sanju and me. പക്ഷേ അവർക്കൊക്കെ ഇന്ത്യ കളിക്കണമെങ്കിൽ they have to win Ranji Trophy. അപ്പോഴാണ് അവർക്ക് ആ ടെൻഷൻ വരണത്. സോ ഇഫ് യു വാണ്ട് മോർ പ്ലേയേഴ്സ് ഫ്രം കേരള റെപ്രസെൻറ്റ് ചെയ്യാൻ ഇന്ത്യൻ ടീമിൽ, ഇപ്പോഴും ആ ടീമിൽ ഇപ്പോഴും 4-5 പ്ലേയേഴ്സ് ഇപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ട് കളിക്കാൻ ഇന്ത്യക്ക് വേണ്ടി. ഞാൻ ഇപ്പോൾ കേരളത്തിൽ നിന്ന് രോഹൻ കുന്നുമ്മൽ, Vishnu Vinod, Sachin Baby is incredible, but maybe age has become a factor, but Sachin's a great, very very good player. Captains Kerala. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സിൽ ബേസിൽ തമ്പി ഉണ്ടായിരുന്നു, സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു, മുഹമ്മദ് ആസിഫ് ഉണ്ടായിരുന്നു. മുഹമ്മദ് ആസിഫ് എനിക്ക് തോന്നിയ വരെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ്. ഇൻഫാക്ട് ഞാൻ രഞ്ജി ട്രോഫി കളിക്കാൻ നിർത്തിയ കാര്യം ഈസ് ഫോർ രോഹൻ. സോ I was 36 in the കോവിഡ് കഴിഞ്ഞിട്ട് I was 36. എനിക്ക് അപ്പോൾ ക്രിക്കറ്റ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ, മുഷ്താഖ് അലി ട്രോഫി, പിന്നെ IPL 4 ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ വരുമ്പോൾ സോ I was like okay, രഞ്ജി ട്രോഫി ഞാൻ കളിച്ചാൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ചാൻസ് പോകും. അപ്പോൾ രോഹൻ മസ്റ്റ് ബിൻ 19-20. സോ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് മിസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് അവന് ഒരു ചാൻസ് കിട്ടും. ബിക്കോസ് ഐ ന്യൂ ദാറ്റ് എനിക്ക് റെഡ് ബോൾ ക്രിക്കറ്റിൽ എനിക്ക് ഇന്ത്യ കളിക്കാൻ ചാൻസ് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ യങ്സ്റ്റർ വിൽ ഓൾവേസ് ഹാവ് എ ചാൻസ്. സോ ഓൾവേസ് സംതിങ് യു ലുക്ക് ഫോർവേഡ് ടു. ആൻഡ് രോഹൻ വാസ് ഇൻ വെരി ഗുഡ് ഫോം, ഹിറ്റിംഗ് ദ ബോൾ വെരി വെൽ. സോ ഐ ഓപ്റ്റഡ് ഔട്ട് ഓഫ് രഞ്ജി ട്രോഫി ജസ്റ്റ് സോ ദാറ്റ് രോഹൻ കുഡ് പ്ലേ. അല്ലെങ്കിൽ ആസ് എ സീനിയർ മെമ്പർ ഇൻ ദ സൈഡ് എനിക്ക് ആ ചാൻസ് ഓപ്പണിംഗ് ആസ് എൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഐ വുഡ് ഗെറ്റ് ദ ചാൻസ്. സോ രോഹൻ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, ഹാഡ് എൻ ബ്രേക്ക് ഔട്ട് സീസൺ, പ്ലേഡ് ഫോർ ഇന്ത്യ A. പക്ഷേ നമ്മൾ രഞ്ജി ട്രോഫി ജയിച്ചിട്ടില്ല, വിജയ് ഹസാരെ ജയിച്ചിട്ടില്ല, മുഷ്താഖ് അലി ജയിച്ചിട്ടില്ല. സെമി ഫൈനൽസ് ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ വി ഹാവ് മൂവ് ഫോർവേഡ് ഫ്രം ദെയർ. സോ നമുക്ക് അപ്പോൾ ജയിച്ചാൽ ദെൻ വി ഹാവ് എ ചാൻസ് ഫോർ ദീസ് പ്ലേയേഴ്സ് ടു കം ഇൻ ടു ദ ലൈം ലൈറ്റ്, കൺസിസ്റ്റൻ്റ്ലി ബി ഇൻ ഇന്ത്യ A, കൺസിസ്റ്റൻ്റ്ലി ബി ഇൻ ഗെറ്റ് ഇൻ ടു ദി ഇന്ത്യൻ ടീം, ബ്രേക്ക് ത്രൂ ആവും. സോ ആ ബ്രേക്ക് ത്രൂ ആവാൻ ജയിക്കണം ഫസ്റ്റ്. ആ ജയിക്കാൻ വേണ്ടി ഫസ്റ്റ് വാട്ട് വി നീഡ്, ദ കൾച്ചർ ഇൻ കേരള ഹാസ് ടു ചേഞ്ച് എ ലിറ്റിൽ ബിറ്റ്. നല്ല ഫ്യൂച്ചർ വേണമെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഓഫ് വിന്നിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ്സ്. ആ മൈൻഡ് സെറ്റ് ഇതുവരെ വന്നിട്ടില്ല കേരള ടീമിൽ. എൻ്റെ എക്സ്പീരിയൻസ് അതായിരുന്നു. ബട്ട് വെരി ഹാർഡ് വർക്കിംഗ്, ദ ഹാർഡസ്റ്റ് വർക്കിംഗ് ബോയ്സ് ഇൻ ദ കൺട്രി. സത്യം പറയല്ലോ, ദ എഫേർട്ട് 100/10, മൈൻഡ് 3/10. ഇപ്പം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മൊത്തത്തിൽ സഞ്ജു സാംസൺ തന്നെയാണ് കേരളത്തിൽ. നമ്മൾ പല ഇമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് വേൾഡ് കപ്പിൽ ഒരു കാര്യം അറിയാലോ, നമ്മൾ രഞ്ജി ട്രോഫി ഇല്ല, വേൾഡ് കപ്പ് ജയിക്കുമ്പോഴൊക്കെ 1983 ആവട്ടെ, 2007 ആവട്ടെ, 2011 ആവട്ടെ, 2023 ആവട്ടെ, എല്ലാ ടീമിലും മലയാളികളുണ്ട്. Wow, that's something good and a point. It's a valid point. 2007 1.5 മലയാളികൾ ഉണ്ടായിരുന്നു, ശ്രീയും ഞാനും. 1.5 മലയാളി. 23 സഞ്ജു ഉണ്ടായിരുന്നു, 11 ശ്രീ ഉണ്ടായിരുന്നു, സുനിൽ വാൽസൺ ഉണ്ടായിരുന്നു, അത് 83. So like even if you look at it from an India perspective, it's so important to have Malayalis coming through the ranks. ചുരുക്കി പറഞ്ഞ മലയാളി കുറ്റം പറഞ്ഞ കാര്യമില്ല, എല്ലാ വേൾഡ് കപ്പിലും ഒരു മലയാളി റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അതിൽ 1.5 മലയാളി ഏതാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.